ലോക എണ്ണ വിപണിയിൽ നിർണായക നീക്കവുമായി ഇന്ത്യ. അമേരിക്കയുടെ സമ്മർദ്ദങ്ങളും എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങൽ ഇന്ത്യ വൻതോതിൽ വർദ്ധിപ്പിച്ചു. ജൂൺ മാസത്തിലെ പ്രാഥമിക കണക്കുകൾ പ്രകാരം റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ 39% കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ പകുതിയിലധികം, ഏകദേശം 53.5% ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് എത്തുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങളും അതുപോലെ ഭൂരാഷ്ട്രീയ സമ്മർദ്ദങ്ങളും നിലനിൽക്കുമ്പോഴും സ്വന്തം ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. കണക്കുകൾ പ്രകാരം മെയ് മാസത്തിൽ പ്രതിദിനം 1.91 മില്യൺ ബാരൽ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്ന ഇന്ത്യ ആകട്ടെ ജൂൺ പകുതിയോടുകൂടി തന്നെ അത് 2.66 മില്യൺ ബാരലായി തന്നെ ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റഷ്യൻ എണ്ണ ഇറക്കുമതികളിൽ ഒന്നായി തന്നെ ഇന്ത്യ മാറുകയാണ്. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെയ് മാസത്തിൽ പ്രതിദിനം 2.52 ലക്ഷം ബാരൽ എണ്ണ വാങ്ങിയിരുന്ന ഇന്ത്യ ജൂണിൽ അത് വെറും 91,000 ബാരലായി തന്നെ കുറച്ചു. ഈ മാറ്റം ആഗോള ഊർജ്ജ വിപണിയിലും അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിലക്കുറവും സ്ഥിരത ലഭ്യതയുമാണ് റഷ്യൻ എണ്ണയിലേക്കുള്ള ഇന്ത്യയുടെ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആഭ്യന്തര വിപണിയിൽ എണ്ണ വില നിയന്ത്രിക്കുവാനും ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുവാനും ഈ നയം സഹായകരമാകുമെന്നതാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിലും ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് റഷ്യൻ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ച ഇന്ത്യയുടെ തീരുമാനം ആഗോള ഊർജ്ജ രാഷ്ട്രീയത്തിലെ പുതിയ ശക്തി സമവാക്യങ്ങൾക്ക് ഇപ്പോൾ വഴിയൊരുക്കുമെന്നതാണ് ഇവിടെ ഉറ്റുനോക്കപ്പെടുന്നത്. അതേസമയം ഗൾഫ് മേഖലയിലെ പ്രതിസന്ധികൾക്കിടയിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇന്ത്യയുടെ പ്രധാന വിശ്വസ്ത പങ്കാളിയായി തന്നെ തുടരുകയാണ്. ഹോർമോസ് കടലിടുക്ക് വഴി അല്ലെങ്കിൽ അതുവഴി അല്ലാതെ അത് പുറത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ ഉള്ളതിനാൽ തന്നെ UAE നിന്നുള്ള വിതരണം തടസ്സമില്ലാതെ തന്നെ നടന്നു. അതേസമയം പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറാഖിൽ നിന്നുള്ള വിതരണം വലിയ രീതിയിൽ തടസ്സപ്പെട്ടതോടുകൂടി തന്നെ പകരമായി വെനസ്വേല, കസാഖ്സ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങാൻ ആരംഭിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നിലനിൽക്കെ തന്നെ ഇവിടെ ഹോർമോസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് അടച്ചുപൂട്ടുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വരാൻ കാരണമായത് ഗാസ ഇസ്രായേൽ വ്യോമാക്രമണം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് നടക്കുന്ന ഇറാൻ US ചർച്ചകൾക്ക് ഇടയിൽ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ഇറാൻ വഴങ്ങിയില്ല, അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്കോ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കോ ഇറാൻ വഴങ്ങിയില്ല എങ്കിൽ കൂടുതലായി തന്നെ ഹോർമൂസ് അവിടെ അടച്ചുപൂട്ടുമെന്നും അവിടെ ട്രോൾ സംവിധാനം നടപ്പിലാക്കുമെന്ന വ്യക്തമായ ഒരു മുന്നറിയിപ്പ് കൂടി ഇവിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതെല്ലാം ആശങ്കയുടെ വക്കിലേക്ക് നീങ്ങുകയും ഇത്തരത്തിൽ എണ്ണയുടെ ഒരു തോത് അല്ലെങ്കിൽ ആ ഒരു അളവ് ഇവിടേക്ക് വരുന്നത് കുറയുകയും ചെയ്താൽ കൂടുതൽ ഇവിടെ ഈ ഒരു രാജ്യത്ത് കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന വിലയിരുത്തൽ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.